കുന്നംകുളം മധുരക്കുളം എന്ന് പറയുന്ന കുളമാണ്. മുൻപ് ഇങ്ങനെ കെട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് മുനിസിപ്പാലിറ്റി ഇതിൻ്റെ ചുറ്റ് മതിലൊക്കെ കെട്ടിയതാണ്. ഈ കുളത്തിന് ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഈ പരിസരത്തൊക്കെ അധികം വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മോശമായ സ്ത്രീകൾ കുളിക്കുകയും വിഹരിക്കുകയും ചെയ്തിരുന്നൊരു പ്രദേശം അതിൻ്റെ പിന്നിൽ പാടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവരതിനൊക്കെ ആളുകൾ ഒഴിവാക്കി തന്നു. ഇപ്പോൾ കണ്ടല്ലോ, മുളയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഇതൊക്കെ കുന്നംകുളം മുനിസിപ്പാലിറ്റി ചെയ്ത ഏറ്റവും നല്ല കാര്യത്തിൽ പെട്ടൊരു കാര്യമാണ്. മുള വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ആളുകൾ വന്നിട്ട് എന്താ പറയുക, ഒഴിവ് സമയം വളരെ സുന്ദരമായിട്ട് ചിലവാക്കാറുണ്ട്. അവിടെ ഗേൾസുണ്ട്. ഗേൾസിൻ്റെ ഫോട്ടോസും വീഡിയോ ഒക്കെ ഒരു അനുവാദമില്ല അതെടുത്ത് വളരെ പ്രശ്നമുണ്ടാവും. പിന്നെ ഇതിൻ്റെ മുമ്പിൽ ഏറ്റവും പ്രത്യേകപ്പെട്ട ഒരു കാര്യമുണ്ട്. ഞാൻ സോം ചെയ്യുക. ഈ ബിൽഡിങ്ങിൽ ചെറിയൊരു ഓടിട്ട വീട്ടിൽ നന്മ എന്ന് പറഞ്ഞ മലയാള കലാകാരന്മാരൊരു ദേശീയ സംഘടനയുണ്ട്. KS വിജയൻ സ്മാരക ഗ്രന്ഥാലയമുണ്ട്. ഒരുപാട് സാഹിത്യകാരന്മാരും കലാപ്രവർത്തകരും ഇവിടെ മീറ്റിങ്ങിനും പല കാര്യത്തിനൊക്കെ വരും. ഈ മതിലായിട്ട് കാണുന്നത് പ്രശസ്തമായിട്ടുള്ള കാണിപ്പയ്യൂർ നമ്പൂതിരിമാരുടെ വീടാണ്. അതിലൊരാൾ ജ്യോതിഷം അങ്ങനെയുള്ള കാര്യങ്ങളും മറ്റാൾ വാസ്തുവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ്. മനസ്സിലായോ? ഇതാണ് അവരുടെ ഇല്ലം. അത് മാത്രമല്ല, ഈ കാണിപ്പയ്യൂർ നമ്പൂതിരിക്ക് നമ്മുടെ വാവന്നൂർ കൂറ്റനാട് ഭാഗത്ത് ഒരു വലിയൊരു ആയുർവേദ കോളേജുണ്ട്. ഒരു കുന്നിൻ്റെ മുകളിൽ നിറയെ ആയുർവേദ മെഡിക്കൽ കോളേജാണ്. അത്രയും പിന്നെ കാണിപ്പയ്യൂർ നമ്പൂതിരി ലോകത്തെല്ലായിടത്തും പോണ ഒരാളാണ്. അതാണ് കുന്നംകുളം മുനിസിപ്പാലിറ്റി ഉണ്ടാക്കിയ ഒരു പാർക്ക് പോലെ എല്ലാ സൗകര്യത്തോടുകൂടി ഇവിടെയൊക്കെ ആളുകൾ ഇരിക്കാറുണ്ട്. അതുകൂടാതെ ഡെലിവറിക്ക് പോകുന്ന ആളുകൾ വാഹനം ഒക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്നാണ് പോവുക. അവർക്ക് ഫോണിൽ നിർദ്ദേശം കിട്ടും. ഇതിൻ്റെ പിന്നിലായിട്ടൊരു ഫിഷ് പാർക്ക് ഉണ്ട്. അവിടെയാണ് എൻ്റെ മോൻ ഈ ഫിഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള അലങ്കാര മത്സ്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുകയും അവിടുന്ന് ആളുടെ മുതലാളി BA സൈക്കോളജി, MA സൈക്കോളജി, MSW ഒക്കെ പഠിച്ച ആളാണ്. ഒരു ചെറുപ്പം ചെക്കനാണ് ആൾ. ഈ അലങ്കാര മത്സ്യത്തെ കുറിച്ചിട്ടാണ് അതിൻ്റെ ബിസിനസ്സാണ് ചെയ്യണത്. ഞാൻ ഈ എൻ്റെ മോൻ്റെ മുതലാളിയായിട്ടുള്ള ഗ്ലാഡ്സൺ പറഞ്ഞു ഈ ഫിഷറീസ് പഠിക്കാൻ കയ്പമംഗലം ഫിഷറീസിൽ പോയി പഠിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് +2 കഴിയുകയും അസ്മാബി കോളേജിൽ ഡിഗ്രിക്ക് ചേരുകയും ചെയ്തു. ഈ മധുരക്കുളം ഇപ്പോൾ ഈ കുന്നംകുളം എന്ന് പറയുന്നത് തന്നെ ഒരുപാട് കുളങ്ങളും ഒരുപാട് കുന്നുകളുള്ള കാരണം. ഇപ്പോൾ കുന്നംകുളത്തിന് ചെറുകുന്ന്, അടുപ്പുട്ടി കുന്ന് എന്നൊക്കെ പറയുന്ന പോലെ ഇത് മധുരക്കുളം. അതുപോലെ ഒരു കുളം മൂടി അവിടെ കുന്നംകുളം ഭാവന തിയേറ്ററിൻ്റെ അവിടേക്ക് പോണ വഴിയിൽ ഒരു കുളം ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ അതൊക്കെ തോർത്തിട്ട് ഇതാണ് എന്താ പറയുക, ലോറിയുടെ പാർക്കാണ്. ചെറിയ ലോറികളുടെ പാർക്കാണ്. വളരെ മനോഹരമായിട്ടുണ്ട്. വേസ്റ്റ് നിക്ഷേപിക്കാൻ പാത്രങ്ങളൊക്കെ മുനിസിപ്പാലിറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ മോൻ. ഇവരുടെ വീടും അത് തന്നെയാണ്. അവിടെ നല്ലൊരു ഏത് തരത്തിലുള്ള ഫിഷും കിട്ടും. പിന്നെ അത് മാത്രമല്ല, അക്വേറിയം നമുക്ക് എത്ര വലുപ്പത്തിലുള്ളതും എത്ര ചെറുതും കിട്ടും. ഫിഷ് പാർക്ക് കുന്നംകുളം തൃശ്ശൂർ റോട്ടിൽ നിന്ന് വരുമ്പോൾ മാളിൻ്റെ അവിടെ ഒരു മാളുണ്ട്, കാക്കശ്ശേരി മാളിൻ്റെ ലെഫ്റ്റ് തിരിഞ്ഞ് ഈ മധുരക്കുളത്തിൻ്റെ അവിടേക്ക് വരാൻ പറ്റും. ഞാൻ ഇത് വളരെ പ്രധാനപ്പെട്ട സ്ഥലമായത് കൊണ്ടാണ് നമുക്ക് കാണാൻ ചന്തല്ലോ പ്രധാനം. ഇത് സാഹിത്യകാരന്മാരുടെ കലാകാരന്മാരുടെയൊക്കെ ഒരു ഓഫീസാണ് നന്മ എന്ന് പറഞ്ഞു. അവിടെ ഒരുപാട് കലാകാരന്മാർ വരാറുണ്ട്. അവിടെ ഒരു ഇതുണ്ട്,
എന്താ പറയുക, ഗ്രന്ഥാലയമുണ്ട്. KS വിജയൻ സ്മാരക ഗ്രന്ഥാലയം എന്ന് പറഞ്ഞിട്ട് പഴയ വീടാണെങ്കിലും ഇതിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. പൊള്ളിയാണ് മുറ്റത്തൊക്കെ നല്ല. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങൊക്കെ സാഹിത്യകാരന്മാരുണ്ടാവാറുണ്ട്. ശരി, താങ്ക് യു.